പ്രത്യേകിച്ച് ഈ സമയത്ത് ഗൾഫിലൊക്കെ പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. വല്ലാത്ത ചൂടാണ് മക്കളെ, വല്ലാത്ത ചൂടാണ്, ഒരു രക്ഷയില്ല. ഈ വെയിലിനെ ചൂട് നിലത്ത് കെട്ടിയിട്ട് ആ നിലത്ത് നിന്നുള്ള ചൂടാണ് മക്കളെ. രാത്രി ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്തോ മൂടിച്ചെമ്പിൻ്റെ ഉള്ളിലേറ്റം കയറുന്ന മാതിരിയാ. എന്താ ചൂടെന്നറിയോ, ഒരു രക്ഷയില്ല. എൻ്റെ മക്കളെ ഈ സമയത്ത് റോഡിൻ്റെ ചൂടും അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുക. പാവം ഉള്ളിൽ, റോഡിനുള്ളിൽ 2-3 ആൾക്കാരിവിടെ ബസ്സിന് കാത്തിട്ടുണ്ട്. അങ്ങനെ ബസ് വരുന്നത് മക്കളെ, ബസ് വന്ന് ബസ്സിലൊന്ന് കയറി കിട്ടിയാൽ മതി, അമ്മാരി ചൂടാ. ഈ നടന്നു പോകുന്നതും ഖത്തറിൻ്റെ മെട്രോ ഒക്കെ ഏറ്റവും കൂടുതൽ ഭൂമിൻ്റെ അടിയിൽ കൂടി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ വലിയ സമാധാനം. എന്താ വെച്ചാൽ ആ ചൂടാണ് മാറി കിട്ടി. കിട്ടി. മെട്രോയിൽ ഈ സമയത്ത് ഒരുപാട് ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഇയാള് ഫുള്ള് ഭൂമിൻ്റെ അടിയിൽ കൂടി കേട്ടോ. അറിയാത്ത വിളിക്കാന്നേ പറഞ്ഞില്ല. മെട്രോന് വൈപ്പറൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? സ്റ്റേഷൻ കഴിഞ്ഞു, ഒരു സ്റ്റേഷൻ കഴിഞ്ഞു. നമ്മളൊരു ട്രെയിൻ ഇറങ്ങി ഇനി വേറൊരു ട്രെയിൻ കയറാം കേട്ടോ. മത്താർ കഥയും വാതിൽ തുറക്കൂ. മെട്രോൻ്റെ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഡാർ തട്ടുകടലേക്ക് കേട്ടോ. വൈകുന്നേരം ആരും കൊണ്ട് ഇവിടെ കുറച്ച് പൊരിക്കടികളുണ്ട്. അതേപോലെ നമ്മൾ നാട്ടിൽ പീടിയിൽ കാണുന്ന അതില്ല, കുറേ വെച്ചാറ് അത് ഇതൊക്കെ തൂക്കിയിട്ട് അങ്ങനെ കാണാൻ. പിന്നെ ചായ ഓർഡർ ചെയ്ത്, അതേപോലെ സമൂസ, മുട്ട, കുറച്ച് ചട്നി. ഈ മുട്ടാളി തന്നെ നോക്കി, മുട്ടായി നമ്മളെ കോലുമുട്ടായി ഉണ്ട്, ഇല്ലുണ്ട്, മൈസൂർ പാക്കുണ്ട്, പല ഐറ്റങ്ങളുണ്ടോ, വെറൈറ്റി ഐറ്റങ്ങൾ. അഡാർ തട്ടുകടയെന്ന് ചായയും കുടിച്ച് നല്ല കോലുമുട്ടയുമായിട്ട് ഇറങ്ങിക്കാം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ മയിലാട്ടോ. ഈ അവസരത്തിൽ ഇങ്ങോട്ട് പറയാനുള്ളത്, നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, മഞ്ഞ കളറുള്ള മയിലിൻ്റെ മുട്ടായി.